ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരവെന്ന് അരുളിച്ചത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ബൈബിളിൽ 66 പുസ്തകങ്ങളാണ് ഉള്ളത്. അതിൽ പഴയ നിയമത്തിലെ ഒരു ഭാഗമാണ് സങ്കീർത്തനങ്ങൾ. 150 സങ്കീർത്തനങ്ങളാണ് അതിൽ ഉള്ളത്. അതിൽ 73 ദാവീദ് രാജാവ് രചിച്ചിട്ടുണ്ട്. കോരഹപുത്രന്മാർ 11, ആസാഫ് 12, ശലോമോൻ 2, ഏദാൻ 1, മോശ 1, പേരില്ലാത്ത 50 സങ്കീർത്തനങ്ങൾ കൂടി ചേർത്ത് ടോട്ടൽ 150 സങ്കീർത്തനങ്ങളും 2461 വാക്യങ്ങളും ആണ് ഇതിൽ ഉള്ളത്. ഇത് നാം 1-ാം സങ്കീർത്തനം തൊട്ട് നോക്കുമ്പോൾ ഇത് ആരെഴുതിയതാണ് എന്ന് അറിയില്ല എങ്കിലും ഇതിനകത്ത് 6 വാക്യങ്ങളാണ് ഉള്ളത്. നമുക്ക് അതിൻ്റെ സാരം എന്താണ് എന്ന് ഒന്ന് നോക്കാം. ധന്യനും ഭാഗ്യവാനുമായ മനുഷ്യൻ എന്നാണ് ഇതിൻ്റെ ശീർഷകം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. സങ്കീർത്തനങ്ങളിൽ അധികമായി പ്രതിധ്വനിക്കുന്നത് മനുഷ്യൻ ദൈവം മുമ്പാകെ നടത്തുന്ന സ്തുതികളും സ്തോത്രങ്ങളും അപേക്ഷകളുമാണ്. എന്നാൽ ഈ 1-ാം സങ്കീർത്തനത്തിൽ ഭാഗ്യവാനായ മനുഷ്യൻ്റെ ചിത്രമാണ് വിവരിച്ചിരിക്കുന്നത്. ഈ പ്രമേയം സങ്കീർത്തനങ്ങളിൽ പലതിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഭാഗ്യാവസ്ഥയുടെ തെളിവാർന്ന ചിത്രം യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ നമുക്ക് കാണാം. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള ഭാഗവും ലൂക്കോസ് എവൻഗേലിയോസിന്റെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള ഭാഗവും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇത് കാണുവാൻ സാധിക്കും. സങ്കീർത്തനങ്ങൾക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആമുഖം എന്നാണ് വിശുദ്ധ ജെറോം ഈ സങ്കീർത്തനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് തികച്ചും അന്വർത്ഥമാണ്. നീതിമാന്മാരും ദുഷ്ടന്മാരും തമ്മിലുള്ള താരതമ്യം മറ്റ് പല സങ്കീർത്തനങ്ങളിലും കാണാം. ഇതുതന്നെ യിരെമ്യാ പ്രവാചകനിലും കാണാം. യിരെമ്യാ പ്രവാചകൻ 17-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വേദവാക്യങ്ങളിൽ ലോകദൃഷ്ടിയിൽ ഭാഗ്യവാന്മാർ ആരാണ്? ഭൗതിക നേട്ടങ്ങളും സാമ്പത്തികമായ ഔന്നത്യവും പ്രാപിച്ചവരാണ്. എന്നാൽ ഇവിടെ നൽകുന്ന ചിത്രം തികച്ചും ഭിന്നമാണ്. ആദ്യത്തെ 3 വാക്യങ്ങളിൽ ഇത് കാണാം. കറുപ്പും വെളുപ്പും സമാന്തരമായി കാണുമ്പോഴാണ് വെളുപ്പിൻ്റെ തനിമ കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. അതുപോലെ ദുഷ്ടന്മാരുടെ ചിത്രവും അവസ്ഥയും നൽകിയ ശേഷം നീതിമാന്മാരുടെ ഭാഗ്യവാന്മാരുടെ ചിത്രം നൽകുമ്പോൾ അത് കൂടുതൽ മികവുറ്റതാകുന്നു എന്ന് നമുക്ക് എവർക്കും അറിയാം. വാക്യം 1 മുതൽ 3 വരെയുള്ള ഭാഗം നോക്കുമ്പോൾ ഭാഗ്യവാനായ മനുഷ്യൻ ദുഷ്ട സംസർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. തിന്മയുടെ മാർഗം പിന്തുടരുന്നവരെ 3 വാക്കുകൾ കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്: ദുഷ്ടൻ, പാപികൾ, പരിഹാസികൾ. ഇവ പര്യായ പദങ്ങളായി തോന്നാമെങ്കിലും വിവക്ഷയിൽ അവ തമ്മിൽ അല്പമായ വ്യത്യാസമുണ്ട്. ദുഷ്ടന്മാർ തിന്മയുടെ മൂർത്തിഭാവങ്ങൾ, പാപികൾ ദൈവകൽപ്പനയെ ലംഘിക്കുന്നവരാണ്. പരിഹാസികളാകട്ടെ നിഷേധികളും ആത്മീയ മൂല്യങ്ങളെ പുച്ഛിക്കുന്നവരുമാണ്. ഇവരുമായുള്ള ബന്ധത്തെ വ്യക്തമാക്കുന്ന 3 ക്രിയകളും ശ്രദ്ധിക്കുക. ആദ്യം നടക്കുന്നു, പിന്നീട് നിൽക്കുന്നു, അവസാനം ഇരിപ്പ് ഉറപ്പിക്കുകയാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പടിപടിയായി തിന്മയിലേക്ക് താണുപോകുന്നതാണ് ഈ 3 ക്രിയകളിൽ കൂടി വ്യക്തമാകുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നവനാണ് ഉത്തമൻ എന്ന് നമുക്ക് അറിയാം. ഇതിൽ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അവൻ ദുഷ്ടമനുഷ്യരുടെ സംസർഗത്തെ ഒഴിവാക്കുക മാത്രമല്ല, ക്രിയാത്മകമായി ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ പ്രമോദിക്കുകയും ചെയ്യുന്നു. അവൻ്റെ താല്പര്യവും സന്തോഷവും തിരുവഴുത്തിലാണ്. ന്യായപ്രമാണം എന്ന് പറഞ്ഞിട്ടുള്ളത് 10 കൽപ്പനകളോ മോശൈക ന്യായപ്രമാണങ്ങളോ മാത്രമല്ല, ജീവിത പ്രമാണമായി ദൈവം നൽകിയിട്ടുള്ള എല്ലാ ദൈവിക വെളിപ്പാടുകളും അത് ഉൾക്കൊള്ളുന്ന ന്യായപ്രമാണത്തെ ദൈവവചനം അഥവാ
തിരുവഴുത്ത് എന്ന് പൊതുവായി വിവക്ഷിക്കാം എന്ന് നമുക്ക് ഇതിൽ കാണുവാൻ സാധിക്കും. നീതിമാനായവൻ്റെ സന്തോഷം ദൈവവചനത്തിലാണ്. അവൻ വീണ്ടും ജനനത്താൽ പുതിയ സൃഷ്ടിയായി തീരുന്നത് കൊണ്ടാണ് ദൈവവചനത്തിൽ സന്തോഷിക്കുന്നത്. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ അതിനെ കഴിയുന്നതുമല്ല. റോമർ 8:7. ആന്തരികമായി പരിശുദ്ധാത്മാവിൻ്റെ പുതുതാക്കുന്ന പ്രവർത്തനത്തിലാണ് ഒരുവന് ദൈവവചനത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നത്. അതിൽ അവൻ ദൈവത്തിൻ്റെ ഹിതവും ആലോചനയും കണ്ടെത്തുന്നു. അത് പാലിക്കാനും അനുസരിക്കുവാനും അവൻ ഉത്സാഹിക്കുകയും ചെയ്യും. ഇപ്രകാരം ചെയ്യുന്ന ഒരാളായിരുന്നു മോശയുടെ പിൻഗാമിയും ഇസ്രായേൽ ജനതയുടെ നേതാവുമായിരുന്ന യോശുവ. അവന് ലഭിച്ച നിയോഗം ശ്രദ്ധിക്കുക. ഈ ന്യായപ്രമാണത്തിലുള്ളത് നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുതേ. അതിലെഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണമെന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനാകും. യോശുവ 1:7. യഹോവയുടെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുകയും അതിൽ പ്രമോദിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു വിശുദ്ധ ജെറോം. അതിൻ്റെ അനേകം സഭാപിതാക്കന്മാരെ പറ്റിയും ഈ സാക്ഷ്യം പറയാം. ഓരോ ക്രിസ്തീയ വിശ്വാസിയും തിരുവചന ധ്യാനത്തെ ജീവിത അനുഭവമാക്കി മാറ്റണം. എങ്കിൽ മാത്രമേ അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കത്തുള്ളൂ. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഭാഗ്യവാനായ മനുഷ്യൻ ആറ്റരികത്തെ വൃക്ഷം പോലെയാണ്. വിശ്വാസികളെ വൃക്ഷത്തോട് ദൃഷ്ടാന്തീകരിച്ചിട്ടുള്ള പല ഭാഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അവ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്ന് യഹോവയുടെ നടുതല എന്നും പേരാകും. യെശയ്യാ 61:3, യിരെമ്യാ 17:7-8, സങ്കീർത്തനങ്ങൾ 92:12, 52:8, യെശയ്യാ 44:4 എന്നീ ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് അത് ഒന്നുകൂടി വളരെ ക്ലിയർ ആകുകയും ചെയ്യും. വാക്യം 4 മുതൽ 6 വരെയുള്ള ഭാഗം നാം നോക്കുമ്പോൾ അതിൽ കാണുന്നത്, ദുഷ്ടന്മാർ നശിച്ചു പോകും. നീതിമാന്റെ ചിത്രം വരച്ചു കാണിച്ച ശേഷം ദുഷ്ടന്റെ അവസ്ഥയെ വെളിപ്പെടുത്തുന്നു. ഫലപ്രദമായ വൃക്ഷത്തിന് പകരം അവർ കാറ്റുപോറ്റുന്ന പതിർ പോലെയാണ്. വൃക്ഷം വേരൂന്നി ഉറച്ചു നിൽക്കുമ്പോൾ പതിരും ഉണങ്ങിയ ഇലകളും കാറ്റിൻ്റെ ശക്തിയാൽ പതറിപ്പോകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദുഷ്ടന്മാരെ പതിരിനോട് ഉപമിച്ചിരിക്കുന്നതിന് ഇന്നതിൽ 2 ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, പ്രയോജനമില്ലായ്മ. പതിര് ഒന്നിനും കൊള്ളാത്തതുപോലെ ദുഷ്ടന്മാർ നിഷ്പ്രയോജനരാണ്. 2, പതിര് ചിതറിപ്പോകുന്നു. അതുപോലെ ദുഷ്ടന്മാർ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിലനിൽക്കുകയില്ല എന്നും ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഈ 6 വാക്യങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്നതായ സന്ദേശം എന്ന് പറയുന്നത്, ധാർമ്മികവും ആത്മീയവുമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ ദുർജന സംസർഗം ഒഴിവാക്കുക തന്നെ വേണം. അടുത്തത്, ക്രിയാത്മകമായി ഒന്ന് ചെയ്യുവാനുണ്ട്. ദൈവവചനം പഠനത്തിനും ധ്യാനത്തിനും വിഷയമാക്കണം. അത് ജീവിതത്തിൻ്റെ ചാലക ശക്തിയായി തീരണം. ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ അത് നമ്മെ സഹായിക്കും. മാത്രമല്ല, ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ പാറിപ്പോകാതെ ഉറച്ചു നിൽക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യും. 2 വഴികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. നീതിമാൻ തിരഞ്ഞെടുക്കുന്ന വഴിക്ക് ജീവന്റെ വഴിയെന്നും ദുഷ്ടന്റെ മാർഗത്തിൽ മരണത്തിൻ്റെ വഴിയെന്നും വിളിക്കാം. ആവർത്തന പുസ്തകം 30:15, മത്തായി 7:13-14. നീതിമാന്റെ വഴി യഹോവ അറിയുന്നു. അതിൻ്റെ അർത്ഥം, നീതിയുടെ മാർഗത്തിൽ ചരിക്കുന്നവരെ ദൈവം കരുണയോടും കരുതലോടും കാത്തു സൂക്ഷിക്കുന്നു എന്നാണ്. നേരെ മറിച്ച് ദുഷ്ടന്റെ വഴി നാശത്തിലേക്ക് നയിക്കുന്നു. നാം ഈ 1-ാമത്തെ സങ്കീർത്തനം ഏതാണ്ട് എല്ലാവർക്കും ബൈഹാർട്ട് തന്നെ ആയിരിക്കും എന്ന് ഞാൻ കരുതട്ടെ. ഈ 6 വാക്യങ്ങളുടെ നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. ദൈവം അനുഗ്രഹിക്കുന്നുവെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ 2, 3, 4, 5 ഇങ്ങനെ 150 സങ്കീർത്തനങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നതായ ആ വിശദീകരണം ഞാൻ ഇവിടെ ഇടുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.